അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നടന്നത് അതിഭീകരമായ കൊള്ളയോ? ശബരിമല ശ്രീകോവിൽ വാതിലിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസിൽ പുറത്തുവരുന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വെറും മോഷ്ടാക്കളല്ല, ക്ഷേത്ര സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഗൂഢാലോചനയുടെ സൂത്രധാരന്മാരെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, മുൻ കമ്മീഷണർ എൻ വാസു, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരുൾപ്പെടെ 8 പേരാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പ്രതിക്കൂട്ടിലുള്ളത്. 2019 സ്വർണം പൂശാൻ എന്ന വ്യാജേന ശ്രീകോവിൽ പാളികൾ ചെന്നൈയിലേക്ക് കടത്തിയാണ് തട്ടിപ്പിന് തുടക്കമിട്ടത്. രേഖകളിൽ നടത്തിയ കൃത്യമായ തിരിമറിയാണ് അന്വേഷണ സംഘത്തെ അമ്പരപ്പിച്ചത്. സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന ഔദ്യോഗിക രേഖയിൽ നിന്ന് സ്വർണം പൂശിയ എന്ന ഭാഗം ഉദ്യോഗസ്ഥർ ബോധപൂർവം മായ്ച്ചു കളഞ്ഞു. പകരം ഇവ വെറും ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയി. അയ്യപ്പ വിഗ്രഹത്തിന് ചുറ്റുമുള്ള പ്രഭാമണ്ഡലത്തിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ശിവരൂപങ്ങളും വ്യാളികളും കൊത്തിവെച്ച പ്രഭാമണ്ഡലത്തിൽ നിന്ന് ഏകദേശം 1 കിലോയോളം സ്വർണമാണ് പ്രാഥമികമായി നഷ്ടപ്പെട്ടത്. കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ റോതം എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. പിടിച്ചെടുത്ത പാളികളെ സ്വർണം രാസപ്രക്രിയയിലൂടെ ഇവ കട്ടകളാക്കി മാറ്റി. പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധൻ റോദിൽ നിന്നും ഏകദേശം 580 ഗ്രാമിലധികം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. VSAസിലെ പരിശോധന ഫലം പുറത്തുവരുന്നതോടെ നഷ്ട സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് ഇനിയും കൂടുമെന്നാണ് കരുതുന്നത്. തട്ടിപ്പിന് പിന്നിൽ രാഷ്ട്രീയ ഉന്നതരുടെ കരങ്ങളുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഇതിന്റെ ഭാഗമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മന്ത്രിക്ക് ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചെങ്കിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശ്വാസികളുടെ കണ്ണീരും ഭക്തിയും നിറഞ്ഞ സന്നിധിയിൽ നിന്ന് സ്വർണം കവർന്നവർക്ക് ചുറ്റും നിയമത്തിന്റെ കുരുക്ക് മുറുകുകയാണ്. വമ്പൻ സ്രാവുകൾ വലയിലാകുന്നതോടെ ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ ചുരുളുകൾ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും അഴിയും.